ഭഗവാൻ എന്താണ്, അതായത് കൃഷ്ണൻ എന്താണ് വൃന്ദാവനവാസികളോട്, വ്രജവാസികളോട് എന്താണ് ഭഗവാൻ ഇത്ര സ്നേഹം, വ്രജവാസികൾക്ക് എന്താണ് ഭഗവാനോട് ഇത്ര ഭക്തി, എന്താണ് അതായത് ദ്വാരകയിലെ ജനങ്ങളെക്കാട്ടിലും വ്രജവാസികളോട്, വൃന്ദാവനവാസികളോട് ഭഗവാൻ എന്താണ് ഇത്ര അറ്റാച്ച്മെന്റ്, എന്താണ് ഗോപികമാരോട് ഭഗവാൻ ഇത്ര സ്നേഹം, അവർക്കും തിരിച്ച് എന്താണ് സ്നേഹം എന്ന് രോഹിണി ദേവിയോട് ചോദിച്ചു. അപ്പോൾ രോഹിണി ദേവി അവരോട് എല്ലാവരോടുമായിട്ട് പറഞ്ഞു. അപ്പം അത് പറയുന്നതിന് മുന്നേ രോഹിണി ദേവി സുഭദ്രാ ദേവിയോട് പറഞ്ഞു, വാതിലിൽ തന്നെ നിൽക്കണം, കാരണം ഭഗവാൻ അതായത് കൃഷ്ണനും ബലഭദ്ര സ്വാമിയും ഇത് കേൾക്കരുത്, വാതിൽ തന്നെ നിൽക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞു തുടങ്ങിയപ്പോഴത്തേക്കിന് അതായത് രോഹിണി ദേവി വൃന്ദാവനത്തിലെ കാര്യങ്ങൾ പറയാണ്. ഭഗവാന്റെ ലീലകൾ, വൃന്ദാവനത്തിലെ ലീലകൾ ഇങ്ങനെ ഓരോന്നായി പറയുമ്പോൾ ഓരോന്നായി പറഞ്ഞ് അതിൽ സുഭദ്രാദേവി അതിലീലെ ലയിച്ചിരുന്നു പോയി. അപ്പോൾ അങ്ങനെ വാതിലിലേക്ക് ഭഗവാനും അതായത് ബലഭദ്ര സ്വാമിയും ശ്രീകൃഷ്ണനും വാതിലിലേക്ക് നടന്നു വരികയും അവരും ഇത് കേട്ടു തുടങ്ങി. അങ്ങനെ ഭഗവാൻ ഇത് കേട്ടപ്പോൾ അതായത് ഭഗവാനോടുള്ള അത്രയ്ക്ക്